മാറിനലയ്ക്കേണം. എന്നെ നിൻ കയ്യിലെടുത്തു കാത്തുകൊള്ളേണം. പാപങ്ങൾ പോക്കി എന്നെ വെണ്മയാക്കേണം. മനുഷ്യജീവിതം എടുത്തു നോക്കുമ്പോൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ജീവിതത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. അതിലൊരു മുഖം എന്ന് പറയുന്നത് അയഥാർത്ഥമായ മുഖമാണ്. അതായത് മറ്റുള്ളവരുടെ മുൻപാകെ നാം കാണിക്കുന്നതായൊരു മുഖമുണ്ട്. അതിൽ കൃത്രിമത്വങ്ങളുള്ള മുഖമുണ്ട്, അയഥാർത്ഥമായ മുഖമുണ്ട്, പ്രതിഫലനങ്ങളുടെ മുഖവുമുണ്ട്. എന്നാൽ മറുവശത്ത് യാഥാർത്ഥ്യങ്ങളാണ്. അതായത് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുഖമാണ്. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പച്ചയായ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. നമുക്കറിയാം, ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമാണ് എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരാറുള്ളത്. മറുഭാഗം നമുക്ക് കാണുവാൻ സാധ്യമല്ല. അതേപോലെ തന്നെയാണ് ജീവിതത്തെ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ലോകത്തിൻ്റെ മുൻപാകെ നാം കാണിക്കുന്നതായ ഒരു മുഖമുണ്ട്. ആ മുഖം പലപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളെ മറച്ചു വയ്ക്കുന്ന മുഖമാണ്. ആ മുഖം ഒരുപക്ഷെ എപ്പോഴും സന്തോഷത്തോടെ മറ്റുള്ളവർ കാണുന്നതായൊരു മുഖമാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം, എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖഭാവം. അവിടെ സങ്കടത്തിൻ്റെ ലാഞ്ചനയേ ഇല്ല. അവിടെ എപ്പോഴും സന്തോഷം മാത്രം പ്രകടമാവുന്നു. ഒരുപക്ഷെ രോഗത്തിൻ്റെയോ മറ്റ് പ്രയാസങ്ങളുടെയോ ആധിക്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്തും ക്ഷീണാവസ്ഥയിലും ആ മുഖത്ത് സന്തോഷം പ്രകടമാവുന്നു. കാരണം മറ്റുള്ളവരുടെ മുൻപാകെ പ്രയാസം പ്രദർശിപ്പിക്കാതെ സന്തോഷം മാത്രം കാണിക്കുന്ന മുഖമാണത്. ഇല്ലായ്മകൾ ഏറി വരുന്ന സമയത്തും ആ മുഖത്ത് കാണുന്നതായ ഭാവം സമൃദ്ധിയുടെ ഭാവമാണ്. ഈ മുഖം കാണുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മെപ്പറ്റി ലഭിക്കുന്നത് നല്ല ഒരു അഭിപ്രായമാണ്. ഈ വ്യക്തി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്നും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ല, ദുഃഖങ്ങളില്ല, ദുരിതങ്ങളില്ല, ക്ഷീണമില്ല, രോഗമില്ല എന്നൊക്കെ നാം ചിന്തിക്കത്തക്ക നിലയിലുള്ളതായ ഒരു മുഖമാണ് ഈ സന്തോഷത്തിൻ്റേതായിട്ടുള്ള മുഖം. നമ്മുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്തും ലോകത്തിൻ്റെ മുൻപിൽ നാം പ്രദർശിപ്പിക്കുന്ന മുഖത്ത് സന്തോഷം അഭിനയിക്കുവാൻ നാം ഒരുപക്ഷെ ശ്രമിക്കാറുണ്ട്. മനസ്സ് വല്ലാതെ വിങ്ങിയിരിക്കുമ്പോഴും ആരെങ്കിലും നമ്മുടെ അരികിൽ വന്നാൽ നാം അവരോട് ചിരിച്ച് സന്തോഷമായി ഇടപെടുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റൊരു മുഖം അവരെ കാണിക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. പ്രയാസങ്ങൾ മറ്റുള്ളവരുടെ മുൻപാകെ പ്രദർശിപ്പിക്കുവാൻ നാം ഇഷ്ടപ്പെടുന്നില്ല. നാം അവിടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവരോട് ഇടപെടുന്നു. എന്നാൽ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെതായ മറ്റൊരു മുഖമുണ്ട്. ആ മുഖം വാസ്തവത്തിൽ വൈരൂപ്യമുള്ള മുഖമാണ്. ചിലപ്പോൾ അത് വികൃതമായ മുഖമാണ്. അവിടെ തേങ്ങലുകളുള്ള മുഖമാണ്. വല്ലാത്ത പ്രയാസങ്ങൾ പ്രതിഫലിക്കുന്ന മുഖമാണ്. അത് സങ്കടത്തിൻ്റെതായൊരു മുഖമാണ്, ദൈന്യതയുടെ മുഖമാണ്. ചിലപ്പോൾ ആ മുഖത്ത് നിരാശയുണ്ടാകുന്നു. ചിലപ്പോൾ ആ മുഖം കണ്ണുനീര് കൊണ്ട് നിറയുന്നു. ചില സമയങ്ങളിൽ കരച്ചിലടക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന മുഖമായി അത് മാറുന്നു. ചിലപ്പോൾ ആ മുഖം വികാരാധീനമാകുന്നു. ആ മുഖം മറ്റാരുടെ മുൻപിൽ പ്രകടിപ്പിക്കുവാൻ നാം ഇഷ്ടപ്പെടാറില്ല. അത് നമ്മുടെ സ്വകാര്യമായ മുഖമാണ്. ആ മുഖം വാസ്തവത്തിൽ നാം കാണിക്കുന്നത് ആരെയാണ്? നമ്മോട് അടുത്ത് ഇടപഴകുന്ന നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കോ അടുത്ത ആളുകൾക്കോ മാത്രം അറിയാവുന്ന മുഖം. ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് നാം കൃത്രിമത്വങ്ങളുമായി ദൈവം മുൻപാകെ ചെല്ലണം എന്നുള്ളതല്ല. നമ്മുടെ ഉള്ള നിലയുമായി കർത്താവിൻ്റെ മുൻപിൽ നാം അടുത്ത് ചെല്ലണം എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മുടെ രണ്ട് മുഖത്തെ സംബന്ധിച്ചും നന്നായി അറിയുന്നവനാണ് ദൈവം. ലോകത്തിൻ്റെ മുൻപാകെ നാം ഒരു മുഖമാണ് പ്രദർശിപ്പിക്കുന്നതെങ്കിലും ദൈവം മുൻപാകെ നാം ചെല്ലുമ്പോൾ നമ്മുടെ രണ്ട് മുഖങ്ങളും നന്നായി അറിയുന്ന കർത്താവിൻ്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവൻ, നമ്മുടെ സകല കാര്യങ്ങളും, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ചിന്തകൾ, ചിന്താകുലങ്ങൾ,
നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങൾ, ക്ഷീണങ്ങൾ എല്ലാം അറിയുന്ന, നമ്മുടെ മനസ്സനുഭവിക്കുന്ന സകല പ്രയാസങ്ങളും കൃത്യമായി അറിയുന്ന കർത്താവിൻ്റെ മുൻപിൽ ഒന്നും മറച്ചു വയ്ക്കാതെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. നാം സങ്കീർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ ദാവീദ് രാജാവ് അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. തൻ്റെ ജീവിതത്തിലെ 2 മുഖങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവം മുൻപാകെ താൻ അടുത്തു വരുമ്പോൾ തൻ്റെ ഉള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ദൈവത്തോട് സമ്മതിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ കാര്യങ്ങൾ ദൈവം മുൻപാകെ താൻ അവതരിപ്പിക്കുകയും ചെയ്ത് ദൈവത്തോട് യാചിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് 32-ാം സങ്കീർത്തനത്തിൽ താൻ ഇങ്ങനെ പറയുകയാണ്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഇന്ന് രാവിലെ ദൈവം മുൻപാകെ നാം അടുത്തു ചെല്ലുമ്പോൾ ആത്മാവിൽ കപടമില്ലാത്തവരായി കർത്താവിൻ്റെ മുൻപാകെ നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. മനുഷ്യരുടെ മുൻപാകെ കാണിക്കുന്ന മുഖമല്ല നാം ദൈവ മുൻപാകെ കാണിക്കേണ്ടുന്നത്. ആത്മാവിൽ കപടമില്ലാത്ത നമ്മുടെ ഒരു മുഖമുണ്ട്. അങ്ങനെ കപടമില്ലാത്ത മുഖം ദൈവ മുൻപാകെ കാണിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ മാനിക്കുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ള നില മുഴുവൻ അറിയുന്ന കർത്താവ്, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നവനായ ദൈവം, സമസ്ത കാര്യങ്ങളും നമ്മെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്ന കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയം തുറക്കുവാൻ നമുക്ക് സാധിക്കണം. 31-ാം സങ്കീർത്തനം നോക്കുമ്പോൾ ദാവീദ് രാജാവ് അവിടെ പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും താൻ ഒന്നൊന്നായി എടുത്തു പറയുകയാണ്. ഒന്നും മറച്ചു വയ്ക്കാതെ താൻ സംസാരിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയാണ് താൻ അവിടെ കാണിക്കുന്നത്. തൻ്റെ ഇല്ലായ്മയും ബുദ്ധിമുട്ടുകളും രോഗവും ക്ഷീണവും ഞെരുക്കവും എല്ലാ തകർച്ചയും താൻ ആ വാക്കുകളിലൂടെ അവിടെ പ്രദർശിപ്പിക്കുകയാണ്. ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. എന്നാൽ 31-ാം സങ്കീർത്തനം 19 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം തനിക്ക് വേണ്ടി ചെയ്യുന്ന വൻകാര്യങ്ങളെ സംബന്ധിച്ച് അക്കമിട്ട് ദാവീദ് എടുത്തു പറയുന്നത് കാണുവാൻ കഴിയും. അങ്ങനെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ഉറപ്പായി പറയുകയാണ്: യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തനിക്ക് പ്രതികൂലമായി വന്നപ്പോൾ, എല്ലാ നിലയിലും താൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ, എല്ലാവിധ നിന്ദയും പരിഹാസവും എല്ലാം അനുഭവിച്ചപ്പോൾ, എല്ലാ രോഗങ്ങളും ക്ഷീണങ്ങളും താൻ അനുഭവിച്ചപ്പോൾ അദ്ദേഹം ചെയ്തതെന്താണ്? ദൈവം മുൻപാകെ അടുത്തു വന്നിട്ട് ഹൃദയം തുറന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ ദൈവത്തോട് അറിയിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തെ സന്ദർശിക്കുകയും സഹായിക്കുകയും സമാധാനം നൽകുകയും ചെയ്യുന്ന അത്ഭുതകരമായ കാര്യമാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുകയാണ്: യഹോവയിൽ പ്രത്യാശയുള്ളവർക്ക് ഏതൊരു പ്രതിസന്ധിയുടെ മുൻപാകെ ധൈര്യത്തോടെ ഇരിക്കുവാൻ സാധിക്കും. ഇന്നത്തെ ദിവസം ഈ വചനം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ മുൻപിലേക്ക് നാം ചെന്ന് നമ്മുടെ ഉള്ള നില കർത്താവിനെ അറിയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. മനുഷ്യരുടെ മുൻപാകെ ഒരുപക്ഷെ നാം പ്രദർശിപ്പിക്കുന്ന എപ്പോഴും സന്തോഷിക്കുന്ന ഒരു മുഖമുണ്ടായിരിക്കാം. എന്നാൽ ഒരു നാണയത്തിൻ്റെ മറുഭാഗം പോലെ നമ്മുടെ വിങ്ങുന്നതായ ഒരു മുഖം, തേങ്ങുന്നതായ മുഖം, പ്രയാസപ്പെടുന്ന ഒരു മുഖം, ഇന്ന് രാവിലെ കർത്താവിൻ്റെ മുൻപിൽ ആ മുഖം നമുക്ക് കാണിക്കാം. കർത്താവേ, ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു, ഞാൻ വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, എൻ്റെ ഹൃദയം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, എൻ്റെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുന്നു. എന്നാൽ കർത്താവെ, അവിടുന്ന് എന്നെ ധൈര്യപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദ് രാജാവ് പറയുന്നത് പോലെ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് രാവിലെ കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുന്നവനാണ്, നമ്മെ സഹായിക്കുന്നവനാണ്, ശക്തീകരിക്കുന്നവനാണ്. ആ കർത്താവ് ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ജീവിക്കുവാൻ നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ള നില അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ ഞങ്ങൾ അടുത്ത് വരികയാണ്. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ മനുഷ്യരുടെ മുൻപാകെ ഞങ്ങളെ പ്രയാസങ്ങൾ കാണിക്കാതെ ഞങ്ങളെപ്പോഴും സന്തോഷത്തോടെ അവരുടെ മുൻപാകെ പ്രത്യക്ഷപ്പെടുന്നു. ലോകത്തിൻ്റെ മുൻപാകെ
കർത്താവെ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു മുഖമാണ് ഞങ്ങൾ കാണിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് ഞങ്ങൾ വല്ലാതെ വിഷമിക്കുകയും ഞങ്ങൾ വല്ലാതെ ഞെരുങ്ങുകയും വല്ലാത്ത വിഷമതകളിലൂടെ കടന്നു പോവുകയും ഞങ്ങളുടെ രോഗത്തിൻ്റെയും ക്ഷീണത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ ഞങ്ങളെ വല്ലാതെ തളർത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെന്നാൽ ഇന്ന് രാവിലെ അവിടുത്തെ മുൻപാകെ ഞങ്ങളുടെ ഉള്ള നില ഞങ്ങൾ കാണിക്കുന്ന കർത്താവേ, ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, സന്ദർശിക്കണമേ. അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം, സൗഖ്യമാക്കുന്ന കരം, ധൈര്യപ്പെടുത്തുന്ന കരം ഞങ്ങളെ തലോടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരായിട്ടുണ്ടെങ്കിൽ അവരെ ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ മുൻപാകെ കൊണ്ടുവരികയാണ്. അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം, ആശ്വസിപ്പിക്കുന്ന കരം, ധൈര്യപ്പെടുത്തുന്ന കരം അവരുടെ മേൽ വെച്ചാട്ടെ കർത്താവേ. ഇപ്പോൾ തന്നെ അവരെ സൗഖ്യമാക്കണമേ, അവരെ ശക്തീകരിക്കണമേ, അവർക്ക് ധൈര്യം നൽകണമേ കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതിനായി സ്തോത്രം, ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം മുഴുവനും ഈ ശക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. അനുദിനം അൻപോടെന്നെ നടത്തുന്ന കൃപയ്ക്കായി ആയിരം ആയിരം സ്തോത്രഗീതം അർപ്പിക്കുന്നിതാ. നാഥാ, അനുദിനം അൻപോടെന്നെ നടത്തുന്ന കൃപയ്ക്കായി ആയിരം ആയിരം സ്തോത്രഗീതം അർപ്പിക്കുന്നിതാ. നാഥാ, എന്നെ നിൻ കയ്യിലെടുത്തു കാത്തുകൊള്ളേണം. പാപങ്ങൾ പോക്കി എന്നെ വെണ്മയാക്കേണം. ശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ എന്നും നിറയ്ക്കണം. എന്നെ നിൻ ഓമനയാക്കി മാറിടണം.